എന്റെ മാതാവേ, ഇതിലും ഭേദം വല്ല ഷെല്ലും പൊട്ടി വീണ് ചാകുന്നതായിരുന്നേ. 3 ദിവസമായിട്ട് ആകെ കിട്ടിയത് ഒരുണക്ക ചപ്പാത്തിയാ. ഇനി എനിക്ക് മേലായേ. സിക്ക് റെജിമെന്റിലെ ജയ്സിംഗ് ദാഹിച്ചു കരഞ്ഞപ്പോ മൂത്രം കുടിപ്പിച്ചെന്നാ കേട്ടത്. അവന്റെ ഒക്കെ മൂത്ര ടാങ്ക് അടിച്ചുടച്ചിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു തരും. നിങ്ങൾ നോക്കിക്കോ. अबे कुत्ते सो रहा है क्या? काम कर। हमारे आदमी का गुस्सा साले तुझे जिंदा नहीं छोड़ूंगा। छोड़ो उसे, छोड़ो उसे, stop it. Better you take the rifle and shoot him down. Rija, are you okay? Okay, sir. Come on. ഈ തെണ്ടികൾ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് ഇവിടെ തകർക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് നമുക്ക് സ്വപ്നം കാണാം. എന്റെ വിഷമം അതല്ല. അതിർത്തി കടന്ന് വെടിയേറ്റ് മരിച്ചിരുന്നെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാലേ. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ധീര ജവാൻ ബഷീറിന്റെ വീരമാതാവായൻ എന്റെ ഉമ്മ. ഇതിപ്പോ ഒരു തരം ചാവാലിപ്പട്ടികളെ ജമ്മായല്ലോ നമ്മുടെ. നീ ഒന്ന് ചുമ്മാരിടാ. എന്റെ മനസ്സ് പറയണ്ട് എല്ലാം തകർത്ത് നമ്മൾ തിരിച്ചു ചെല്ലുമെന്ന്. എത്ര പ്രതി ചിരിക്കാൻ ഇദ്ദേഹത്തിന്റെ തുണിയിലാണ്ട് കണ്ടോ? മിണ്ടാരിടാ. ഒക്കത്തിന് ഞാൻ വെച്ചോണ്ടേ പോടിപ്പില്ലേ. അയ്യോ എന്റെ ബ്രഷ്. ബ്രഷ് ആകാശം വൈറ്റ് വാഷ് ചെയ്യേ. ആ കുട്ടീനെ തിരിഞ്ഞോടിയത് നീ വല്ല മോശമായിട്ട് കാണിച്ചോ? ആ കുട്ടിക്ക് ശരിക്കും മലയാളം അറിയാട്ടോ. അതെങ്ങനെ സ്ഥാപനം അറിയാം? ഞാൻ ക്യാപ്റ്റൻ, നോ ക്വസ്റ്റ്യൻ. ചാവാൻ പോണ നമ്മള് തമ്മിൽ ക്യാപ്റ്റനും ശിപ്പായി ഒന്നുമില്ല. കളി എന്നോട് വേണ്ട. മൻസൂറിനെ കൊന്നത് സാബല്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സാറിന്റെ കൈമ കിടന്ന മോതിരം എങ്ങനെ ആ പെൺകുട്ടി കൈമെത്തി? മോതിരം അത്ര വലിയ മോതിരല്ല, ഒരു മോതിരം ഉള്ളൂ. അത് ഇന്നലെ അവള് ബലം പിടിച്ച് ഊരിയെടുത്ത. അയ്യോ പാവം. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ല. പിന്നെ സാറിന്റെ കൈ മടക്കുന്ന മോതിരം ആ പെൺകുട്ടി കൈമെത്തും. സത്യം പറഞ്ഞോളാം, എപ്പോഴാ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചത്, എന്തൊക്കെയാ സംഭവിച്ചത് എന്നോടെല്ലാം തുറന്നു പറഞ്ഞോളാം. സാർ അങ്ങനെ അറിഞ്ഞാണ്ടില്ല. സാബിനോടെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതാ, പക്ഷെ പറ്റണില്ല. ഇനി ഒളിക്കാൻ വയ്യ, ഞാനെല്ലാം പറയാൻ പോവാ. എന്നാ വാ തുറന്നു പറയാം. ഇതുവേണ്ട, രാത്രി കിടക്കുമ്പോ പറയാൻ കൊല്ലാൻ കൊണ്ടുവന്നവനെ പിടിച്ചു നിർത്തി തോക്ക് ചൂണ്ടി പ്രേമിക്കാൻ പറയേ. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് പ്രേമം. അതിന് കണ്ണില്ല, രാജ്യമില്ല, ഭാഷയില്ല. ചാഹെ പാകിസ്ഥാൻ ഹോ യാ റഷ്യ ഹോ യാ ചീന ഹോ, പ്യാർ പ്യാർ. പക്ഷേ കശാപ്പ് ശാലയിൽ കൊല്ലാൻ നിർത്തിയിരിക്കുന്ന പോത്ത് തന്നെ ഇറച്ചി വെട്ടുകാരന്റെ മോളെ പ്രേമിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സാർ. സോറി സാർ. അതിന് ഇവൻ അവളോട് പ്രേമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അല്ലേ ഗോപി? സത്യമാണ് സാർ. എനിക്കെന്റെ നാടാണ് വലുത്, നിങ്ങളാണ് വലുത്. അല്ലാതെ ഈ നിമിഷം വരെ മറ്റൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. എങ്ങനെങ്കിലും ഇവന്മാരെ കൊന്നുവിടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, എങ്കിൽ നീ അവളെ പ്രേമിക്കണം. സാബ് എന്ന് പറഞ്ഞാൽ പ്രേമം നടിക്കണം. ശത്രുവിനെ തളയ്ക്കാൻ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യുദ്ധക്കളത്തിൽ ഏത് തന്ത്രവും പ്രയോഗിക്കാം. അതിലൊരു തെറ്റുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്. നമ്മുടെ ആളുകളുടെ ജീവൻ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ചിലപ്പോ ഈ പ്രേമം ഒരു നിമിത്തമായാലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല, ക്യാരി ഓൺ. സാബ് എന്തായി കാണിക്കണത്? അഴുക്ക് വെള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ബിസ്ലേരി വാട്ടറാണല്ലോ കുടിക്കാൻ കിട്ടണത്. വയറ് കത്തി ആളിയിട്ട് വയ്യ. ഇനി നാളെ രാവിലെ 2 ഉണക്ക ചപ്പാത്തി കിട്ടുന്നവരെ ജീവിക്കട്ടെ. വൃത്തിയായിട്ടവൻ. നീ ഇവിടെ ഇരിക്കാൻ പോവാണോ?
കുറച്ചു നേരം ഇവിടെ ഇരിക്കുക സാബ്. അവന്മാര് വന്ന് പൊക്കുമ്പോ പോവാം. നടക്കാൻ വയ്യ. അല്ല ബഷീറെ, വട്ടായിരിക്കോ? 2 ദിവസമായിട്ട് എനിക്കൊരു സംശയമുണ്ട്, സാബിന് വട്ടായോന്ന്. എനിക്കല്ല, പിന്നെ ആ പെണ്ണിന്. ആ പെണ്ണിന് വട്ടായാലെന്താ? സാബ് കെട്ടാനൊന്നും പോണില്ലല്ലോ. നാട്ടിലെങ്ങാനും ഇതുപോലൊരു സുന്ദരി പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ മേലും കീഴും നോക്കാതെ ഞാൻ കെട്ടിയേനെ. കെട്ടലും മുട്ടലൊക്കെ അടുത്ത ജന്മം. ഇപ്പൊ നമുക്ക് അവന്മാര് നമ്മളെപ്പ തട്ടും എന്നതിനെ പറ്റി ചിന്തിക്കാം. അതേ വരണ്. आराम कर रहे हो? റമ്മല്ല, പച്ചപ്പാനി, വെള്ളം. വിശ്രമിക്കണമെന്നാ ചോദിച്ചത്. മലയാളം അറിയാന്നല്ലേ സാബ് പറഞ്ഞ? എന്നാ പിന്നെ മലയാളത്തിൽ പറയട്ടെ. സാബ് പറഞ്ഞ? ഞാൻ എന്താ ഗോപിയോട് പറഞ്ഞത്? ഐ എം സോറി, പറയേണ്ടി വന്നു. മോതിരം മനസ്സിലായി. അതെ, ഇപ്പൊ ഈ മോതിരം എന്റേതാ, ഇയാളുടെ അല്ല. കേട്ടല്ലോ? കേട്ടില്ല. ആരും കാണണ്ട, സിറീന സ്പെഷ്യൽ ആയിട്ട് തരുന്നതാ. മനുഷ്യന്റെ ഇവിടെ വിശന്ന് അണ്ടം കീറി നിൽക്കുമ്പോൾ അവിടെ ഒരു തുപ്പി. ഇത് ബിരിയാണിയാ? ബിരിയാണിയോ? അതെ, ബിരിയാണിയാ. തുപ്പി ബിരിയാണി. ഇതാണ് യഥാർത്ഥ പ്രേമം. വിശക്കുന്ന കാമുകന് ബിരിയാണി കൊടുക്കുന്ന പ്രേമം. അല്ലോ കോഴിമുട്ട. കേട്ടാ ബഷീറെ? ബഷീറെ, എന്താ? ഇനി ആ 2 കൂട്ടുകാരികളെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ നോക്കിക്കോ. നിനക്ക് പേടിയുണ്ടാ? ठहरो, तुम दोनों मेरे साथ चलो। कुछ भी नहीं साहब, ऐसे हंस रहा था. अरे चलो। എങ്ങോട്ടായി കൂട്ടിക്കൊണ്ട് പോണേ? चलो मेरे साथ. कहाँ पर? इसको सुंदर बनाना है. सच बताओ ना, कहाँ ले चलेंगे? चल. चल चल, ज्यादा नखरे मत कर. चल. रब्बा बिछड़ा तू यार मिला दे, मैं और कुछ नहीं मांगदा। जनाब, लड़की तैयार है। उसको अच्छी तरह सजा के लाया कि नहीं? एकदम. बोला. हम नहीं जानते थे कि हिंदुस्तानी लड़कियां इतनी खूबसूरत होती हैं। जानती हो, हमने तुम्हें हिंदुस्तान वापस भेजने का फैसला किया है। वापस जाना चाहती हो? अब आओ ना. नहीं, मुझे छोड़ना, भगवान के लिए. आओ, डरो मत. मुझे छोड़ दो. छोड़ दूंगा तुम्हें, लेकिन तुमसे प्यार करने के बाद. You have come inside! You bastard! You dirty devil! Bear in mind, you are playing with fire! I will kill you! I will kill you! I will kill you!
क्या खराब है? चलो इमरान, जनाब, इसे खत्म कर दो। जी जनाब। बहुत नखरे करती है, हाँ? आज तेरी बोलती बंद कर दूंगा मैं। भागती कहाँ साली? Please open the door. Don't leave him. Please. Tony. गाड़ी ले लो, अरे കണ്ടാ, നമ്മുടെ ബോംബിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ കൊണ്ട് തന്നെ ബങ്കർ ഉണ്ടാക്കിക്ക. ഒരു ലോറി മണലിന് 4 ചട്ടി സിമന്റ് ഇട്ടാ മതി, അങ്ങനെ പറഞ്ഞാ മതി, ബാങ്കം പൊളിഞ്ഞു പോട്ടെ. ഇത് പണിതുകൊണ്ടൊന്നും ഇവന്മാർ രക്ഷപ്പെടാൻ പോകില്ല. മറ്റേ പെണ്ണിന് സ്റ്റെപ്പിന് വന്നേക്കണ്. എവിടെ? നിൽപ്പ് കണ്ടാലറിയാം, സാധനം കാണാനാണ്. വിളിക്കണ്, ചെല്ല്. ഞാൻ പോണോ? സരസാവ് പറഞ്ഞിട്ടുള്ളതല്ല പോയിക്കൊള്ളാൻ, ചെല്ല്. എന്താ? സെറീനയ്ക്കൊന്ന് കാണണമെന്ന്. എവിടെ? ഞാൻ പുറത്ത് നിൽക്കാം. എന്താ ഇവിടെ നിൽക്കുന്നേ? ഗോപിയെ സുകാര്യമായിട്ടൊന്ന് കാണാൻ. എവിടെ വെച്ച് കാണുമെന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ നിങ്ങൾ ഈ അണ്ടർഗ്രൗണ്ട് ബങ്കറിന്റെ അടുത്ത് ജോലി ചെയ്യുന്നെന്ന് അറിഞ്ഞത്. ഇവിടെ ആവുമ്പോ ആരും വരില്ല. ഡാഡിയേക്കാളും ബുദ്ധിയുള്ള മോള് തന്നെയാ. തല തോർത്തിക്കോ, പനി പിടിക്കാം. കുരുതി കുഴിഞ്ഞിട്ടേക്കണ നേർച്ച കൊഴിക്ക് എന്ത് പനി? ഡോണ്ട് ബി പെസിമിസ്റ്റിക്. എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കൂടെ? എങ്ങനെ കരുതാൻ പറ്റും? ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കബീർ, ഹനീഫ, ഹേമ, കുരീച്ചനെന്ത് പറ്റിയെന്നില്ല ആർക്കും അറിയില്ല. മനഃപൂർവ്വം കൊന്നൊടുക്കുക തന്റെ ഡാഡി. വേണ്ട, കേക്കണ്ട. എനിക്ക് വെറുത്തുപോയി ഞാൻ ആ മനുഷ്യനെ. എന്റെ ഉമ്മയെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ കണ്ട ഉമ്മയെ ഓർമ്മ വരുമെന്ന് പറയുന്ന സ്നേഹമുള്ള ഒരു പാപ്പയുടെ രൂപമുണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ആ രൂപം മരിച്ചുപോയി. ഇങ്ങോട്ട് വരുന്നെങ്ങാനും കണ്ടോ? എങ്ങോട്ടും പോയിരിക്കാം. കുറച്ചു ദിവസമായിട്ട് ആളാകെ ബേജാറില്ല. വാറിലെ ഇന്ത്യ വിൻ ചെയ്യുമെന്ന് എല്ലാരും പറയുന്നേ. എന്നെ പറഞ്ഞു വിടാൻ ഹെലികോപ്റ്റർ അയച്ചിരുന്നു. എന്നിട്ട് ഫ്രണ്ട്സിനെ പറഞ്ഞു വിട്ടു. 2 എണ്ണത്തിന് മുറിയിലിറങ്ങാൻ പേടിയാ ബുദ്ധൂസല്. എന്താ പോകാന്?
മനസ്സ് വന്നില്ല. ഒരു കണക്കിന് ഞാൻ ഭാഗ്യവാനാ. അതെന്താ? മരണം മുന്നിൽ കണ്ട് തടവറ കിടക്കുമ്പോഴും എന്നെ സ്നേഹിക്കാൻ ഇവിടെ ഒരു സുന്ദരി പെണ്ണുണ്ടല്ലോ. നാട്ടിൽ ചെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല അല്ലേ? അതിന് ജന്മം നാട്ടിൽ ചെന്നിട്ട് വേണ്ടേ? How many feet of the tunnel has been completed? सर अभी तक 80 फीट का काम हो गया. ആരും വരും. सर अब तक का काम बहुत ठीक तरीके से हुआ है. Hey, you cover this hole with fiber, okay? And you extend this tunnel up to the north end. Chalo. सर പോവാം. അവർ പോയിട്ട് മതി. നിമിഷം ഒരു വെടിയുണ്ടയ്ക്ക് മുമ്പിൽ പിടഞ്ഞു വീഴാവുന്നവനെ ഞാൻ കാരണം നീ കളങ്കപ്പെടാൻ പാടില്ല. ഇല്ല, എന്റെ ഗോപിക്ക് ഒന്നും വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. ജനീന, ജനീന, ദേ വിളിക്കുന്നു, ചെല്ല്. എന്തായി? രക്ഷപ്പെടാനുള്ള വല്ല വഴിയുണ്ടോ?